ഏറെ സ്നേഹാധനികരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സർവശക്തനും അളവറ്റ ദയാപരനുമായ അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ കഴിവൻ പരമാവധി ജീവിതത്തിലുടനീളം പാലിക്കണമെന്നുള്ള വസീയത്ത് സ്വന്തത്തോടെന്ന പോലെ ഓരോ വിശ്വാസിനികളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അത്തരം മുത്തഖീങ്ങളിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രബോധനം ചെയ്തിരുന്ന ആ ഒരു സമൂഹം, ഇന്നും ജീവിച്ചിരിക്കുന്ന മുസ്ലിം സമൂഹം പ്രമാണങ്ങളിൽ നിന്നും വ്യതിചലിച്ചു പോകുവാനുണ്ടായ കാരണം വിശുദ്ധ ഖുർആൻ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടെയുണ്ടായിരുന്ന പിതാവ് ഉൾക്കൊള്ളുന്ന ആ സമൂഹത്തെ നോക്കിക്കൊണ്ട് പറഞ്ഞതായി വിശുദ്ധ ഖുർആൻ 26-ാം അധ്യായം സൂറത്ത് ശുഅറ 74 മുതലുള്ള ആയത്തുകളിൽ ഇപ്രകാരം നാം വായിക്കുകയാണ്. ജനങ്ങളെ, പിതാവടങ്ങുന്ന ആ സമൂഹത്തോട് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, നിങ്ങൾ എന്തിനാണ് ഉപകാരമില്ലാത്ത, ഉപദ്രവം ചെയ്യാത്ത, കേൾക്കാത്ത, കാണാത്ത ഈ വിഗ്രഹങ്ങളെ നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്നത്? അള്ളാഹുവിനും കർത്താവിനും സൃഷ്ടികൾക്കും ഇടയിൽ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെയുള്ള മധ്യവർത്തികളെ സ്വീകരിക്കുന്നത് എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ചോദിക്കുമ്പോൾ അവർ പറയുന്ന മറുപടിയാണ് ഈ ആയത്തിൽ റഹ്മാനായ റബ്ബ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഹൽ യസ്മഊനകും ഇദ തദ്ഊന ഔ യൻഫഊകും ഔ യളറൂൻ ഖാലൂ, അവർ പറഞ്ഞിരുന്ന മറുപടി ബൽ വജദ്നാ ആബാഅനാ കദാലിക യഫ്അലൂൻ, ഇത് ഞങ്ങൾ സ്വയം ഉണ്ടാക്കിയ ഒരു കർമ്മമല്ല, ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ ഞങ്ങൾക്ക് കാണിച്ചു തന്ന ഒരു വഴിത്താരയാണ് ഈ വിശ്വാസ ആചാരങ്ങളെന്ന് അവർ പറയുന്ന മറുപടി ഖുർആനിൽ കൃത്യമാണ്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും കാലഘട്ടത്തിലുണ്ടായിരുന്ന ജനങ്ങളുടെ സ്ഥിതി അതുതന്നെയാണ്. മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമും ജനങ്ങളോട് ചോദിക്കുകയാണ്, എന്തിനാണ് ജനങ്ങളെ നിങ്ങൾ അല്ലാഹുവല്ലാത്ത ശക്തികളെ വിളിച്ചു തേടി പ്രാർത്ഥിക്കുന്നതും ആരാധിക്കുന്നതും? അവർക്കുണ്ടായിരുന്ന മറുപടി വിശുദ്ധ ഖുർആനിലെ 10-ാം അധ്യായം സൂറത്ത് യൂനുസ് അതിലെ 78-ാമത്തെ ആയത്തിൽ നാം ഇപ്രകാരം വായിക്കുകയാണ്. ഖാലൂ അജിഅ്തനാ ലിതൽഫിതനാ അമ്മാ വജദ്നാ അലൈഹി ആബാഅനാ, ഇത് ഞങ്ങൾ സ്വയം ഉണ്ടാക്കിയ ഒരു കർമ്മമല്ല, ഞങ്ങൾ ഈ നാട്ടിൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ വാപ്പമാർ ഞങ്ങളോട് കാണിച്ചു തന്ന ഒരു ആചാരമാണ്, അതിനെ ഞങ്ങൾ പിൻപറ്റുക മാത്രമാണ് ഞങ്ങൾ ചെയ്യുന്നത്. അറിവോ വെളിച്ചമോ വേദഗ്രന്ഥമോ അതിനെക്കുറിച്ച് യാതൊന്നും അറിവില്ലാതെ ജനങ്ങൾ കർമ്മങ്ങൾ ചെയ്യുന്നത് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടപ്പോൾ അവിടെയും ചോദിച്ച ചോദ്യം ഇതായിരുന്നു, വഇദാ ഖീല ലഹും ഇത്തബിഉ മാ അൻസലല്ലാഹ്, നിങ്ങൾ എന്തിനാണ് പ്രമാണമില്ലാതെ, അറിവില്ലാതെ, വെളിച്ചമില്ലാതെ, വേദഗ്രന്ഥത്തിൻ്റെ അടിത്തറയില്ലാതെ കർമ്മങ്ങൾ ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ അവർക്കുമുണ്ടായിരുന്ന മറുപടി ഞങ്ങളുടെ വാപ്പമാർ കാണിച്ചു തന്നതാണ്, ഞങ്ങളുടെ പൂർവികർ കാണിച്ചു തന്നതാണ് എന്ന് അവർ പറഞ്ഞിരുന്നതായി വിശുദ്ധ ഖുർആനിലെ ആയത്ത് നമ്മെ പഠിപ്പിക്കുകയാണ്. എത്രത്തോളം മക്കയിൽ ഉംറയും മറ്റും ചെയ്യുമ്പോൾ ത്വവാഫ് ചെയ്തിരുന്ന ആ സമൂഹം നഗ്നരായിക്കൊണ്ടായിരുന്നു അവർ ത്വവാഫ് ചെയ്തിരുന്നത് എന്ന് കൃത്യമായി ഗ്രന്ഥങ്ങളിൽ നാം വായിക്കുകയാണ്. അവർ ഇത് നന്മയായിട്ടാണ് കണ്ടിരുന്നത്. അവരുടെ ന്യായം, ഈ വസ്ത്രം ധരിച്ചുകൊണ്ടാണല്ലോ തിന്മകൾ ചെയ്തിരുന്നത്, അതുകൊണ്ട് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന സമയത്ത് ഈ തിന്മ ബാധിച്ച ഈ വസ്ത്രം ഉണ്ടാകുവാൻ പാടില്ല, അതുകൊണ്ട് പൂർണ്ണ നഗ്നരായിക്കൊണ്ടായിരിക്കണം ത്വവാഫ് ചെയ്യേണ്ടത് എന്നുള്ള ആ ഒരു തിന്മ, ഇതിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിലെ 7-ാം അധ്യായം സൂറത്തുൽ അഅറാഫിലെ 28-ാമത്തെ ആയത്തിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുകയാണ്, ഇങ്ങനെ ഒരു ആരാധന അള്ളാഹ് പഠിപ്പിച്ചിട്ടില്ല, ഇങ്ങനെ ഒരു ആരാധനയ്ക്ക് പ്രമാണത്തിൻ്റെ തെളിവില്ല,
എന്തിനാ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് അവരോട് ചോദിക്കുമ്പോൾ അവരുടെ മറുപടി വഇദാ ഫഅലൂ ഫാഹിഷതൻ ഖാലൂ വജദ്നാ അലൈഹി ആബാഅനാ. ഈ അശ്ലീലമായിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങളുടെ ബാപ്പമാർ ഞങ്ങൾക്ക് കാണിച്ചു തന്നതാണ്. മാത്രവുമല്ല വല്ലാഹു അമറനാ ബിഹാ, അല്ല ഞങ്ങളോട് കൽപ്പിച്ചതാണ് ഈ കാര്യം. നബിയെ അവരോട് പറയുക, എൻ്റെ പേരിൽ കള്ളം കെട്ടി ചമയ്ക്കുകയാണ്, ഈ അശ്ലീലത പ്രവർത്തിക്കാൻ ഞാൻ അവരോട് കൽപ്പിച്ചിട്ടില്ല. അവരോട് പറയുക പ്രവാചക, ഇന്നല്ലാഹ ലാ യഅ്മുറു ബിൽ ഫഹ്ശാ, തിന്മകൾ കൽപ്പിക്കുവാൻ അല്ലാഹു ഒരിക്കലും പറയുകയില്ല. അതഖൂലൂന അലല്ലാഹി മാ ലാ തഅലമൂൻ, നിങ്ങൾ എന്തിനാണ് അള്ളാഹുവിൻ്റെ മേൽ അറിവില്ലാത്ത കാര്യങ്ങൾ കെട്ടിച്ചമക്കുന്നത് എന്ന് മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകളോട് റഹ്മാനായ റബ്ബ് പറയുന്നതായി വിശുദ്ധ ഖുർആനിലെ ആയത്തിൽ കൂടി അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. വിശ്വാസികളെ, കാലാകാലങ്ങളിൽ ഏത് പ്രവാചകന്മാരുടെയും സമൂഹം പറഞ്ഞിരുന്ന ഒരു ന്യായം ഇതാണ്. തിന്മകൾ കാണുമ്പോൾ അശ്ലീലതകൾ പ്രവർത്തിച്ചിരുന്ന, ദുർമാർഗത്തിൽ സഞ്ചരിച്ചിരുന്ന ആ സമൂഹത്തോട് നിങ്ങൾ ഇത് ചെയ്യരുത്, അള്ളാഹുവും അള്ളാഹുവിൻ്റെ റസൂലും പഠിപ്പിച്ച കാര്യങ്ങൾ മാത്രമേ ചെയ്യാവൂ, എന്ത് ന്യായമാണ് കൂട്ടരെ നിങ്ങൾ ഇത് ചെയ്യുവാൻ എന്നുള്ള ചോദ്യം പ്രവാചകന്മാർ ചോദിക്കുമ്പോൾ ആ പ്രവാചകന്മാരോടെല്ലാം ആ സമൂഹം പറഞ്ഞിരുന്ന മറുപടിയാണ് വിശ്വാസികളെ നാം ഈ കാണുന്ന ആയത്തുകളിൽ കൂടി അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പഠിപ്പിച്ചു തരുന്നത്. ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാരും ഞങ്ങളുടെ കാക്കക്കാരണവന്മാരും ഞങ്ങളുടെ നാട്ടിൽ മുൻകഴിഞ്ഞു പോയ മഹാന്മാരെന്നൊക്കെ പറയുന്നവർ ചെയ്തിരുന്ന പ്രവർത്തനങ്ങളല്ലാതെ ഞങ്ങൾ ഒന്നും ചെയ്യുന്നില്ല എന്ന് കൃത്യമായി അവർ പറഞ്ഞിരുന്ന മറുപടിയാണ്. പൂർവീകരെ തഖലീദ് ചെയ്യുന്ന ഒരു വിശ്വാസത്തെയാണ് വിശുദ്ധ ഖുർആൻ ഇവിടെ പാടെ നിർമാർജനം ചെയ്യുന്നത്. ഈ അന്ധമായി തഖലീദ് ചെയ്യുന്ന ഒരു പ്രവാചകന്മാർ കൃത്യമായി ഖുർആനിൻ്റെ ആയത്തുകൾ പ്രഖ്യാപിച്ചത്. ഇസ്ലാമിലേക്ക് കൊണ്ടുവരുവാനും ഇത്തരം കാര്യങ്ങൾ നമ്മുടെ മുസ്ലിം സമുദായത്തിലെ പണ്ഡിതന്മാർ ഈ ഒരു ന്യായീകരണം ചെയ്തുകൊണ്ടാണ് ഇന്നും പല ബിദ്അത്തുകളെയും പല തിന്മകളെയും സമൂഹം ചെയ്യുവാനായി പ്രേരിപ്പിക്കുന്നത് എന്ന് കൃത്യമായി നാം മനസ്സിലാക്കുക സഹോദരങ്ങളെ. കാരണം പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് മുന്നറിയിപ്പ് നൽകിയതാണ്. യഹൂദികളും ക്രിസ്ത്യാനികളുമാണ് ഈ തിന്മകൾ ചെയ്തിരുന്നത്. ഏത് തിന്മ? ഏതെങ്കിലും മതത്തിൻ്റെ വിഷയത്തിൽ അവർ ചെയ്യുന്നതിന് കൂട്ടുപിടിക്കുന്നത് ഞങ്ങളുടെ വാപ്പമാർ കാണിച്ചു തന്ന നാട്, ഞങ്ങളുടെ പൂർവികർ കാണിച്ചു തന്നതാണ്. ഇത് നസ്രാണികളുടെയും അതുപോലെ യഹൂദന്മാരുടെയും പാരമ്പര്യമാണ്, ചര്യയാണെന്ന് വിശുദ്ധ ഖുർആൻ കൃത്യമായി പഠിപ്പിക്കുകയാണ്. എന്നിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, മുസ്ലിം സമുദായം യഹൂദികൾ ചെയ്തതുപോലെ, ക്രൈസ്തവർ ചെയ്തതുപോലെ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും എൻ്റെ സമൂഹവും പിൻപറ്റുക തന്നെ ചെയ്യും, അനുധാവനം ചെയ്യുക തന്നെ ചെയ്യും. എത്രത്തോളം ഹത്താ ലൗ ദഖലൂ ഫീ ജുഹരി റബ്ബിൽ ലത്തബഅതുമൂഹും, ഒരു ഉടുമ്പിൻ്റെ മാളത്തിലേക്കാണ് അവർ പ്രവേശിച്ചിരുന്നുവെങ്കിൽ അതുപോലെ എൻ്റെ സമുദായവും പ്രവേശിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി സ്വഹീഹ് മുസ്ലിമിൽ നാം വായിക്കുകയാണ്. വിശ്വാസികളെ, യഹൂദികൾക്കുണ്ടായിരുന്ന ആ ഒരു വലാലത്ത്, നസ്രാണികൾക്കുണ്ടായിരുന്ന ആ ദുർമാർഗം നമ്മുടെ മുസ്ലിം സമുദായത്തിലേക്കും അള്ളിപ്പിടിച്ച് ഇന്നത്തെ സമൂഹത്തിൻ്റെ ഓരോ കർമ്മങ്ങളും എടുത്തു നോക്കുക. അള്ളാഹുവിൻ്റെ ഖുർആനിൽ ഇടം പിടിക്കാത്ത കർമ്മങ്ങൾ, പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസുകളിൽ കൂടി നമുക്ക് പഠിപ്പിച്ചു തരാത്ത കർമ്മങ്ങളാണ് ജനങ്ങൾക്ക് ചെയ്യുവാനും അവരെ പ്രേരിപ്പിക്കുവാനും വാട്സാപ്പുകളിലും സോഷ്യൽ മീഡിയകളിലും നാം കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇത് ക്രിസ്ത്യാനികളും യഹൂദികളും തുടങ്ങി വച്ചതാണ് എന്ന് നാം മനസ്സിലാക്കുകയുണ്ടായി. അവർ ഏതെങ്കിലും കിതാബുകൾ രചിച്ചുകൊണ്ട് അവർ പറയുന്ന ഒരു ന്യായം, ഇത് അല്ല പഠിപ്പിച്ചതാണ്, ഇത് അള്ളാഹു നമുക്ക് ഇന്നത് ചെയ്യണമെന്ന് കൽപ്പിച്ചതാണ് എന്ന് പറയുന്നതാരാണ്? യഹൂദികളും ക്രിസ്ത്യാനികളും. ആ സമ്പ്രദായത്തെ വിശുദ്ധ ഖുർആൻ ശക്തമായി വിലക്കുകയാണ്. ഇത് പാടില്ല. മുസ്ലിം സമുദായം ഇതിന് പിന്നാലെ പോകരുത്. മുസ്ലിം സമൂഹം ഏതൊരു കർമ്മം ചെയ്യുമ്പോഴും അത് അള്ളാഹുവും അള്ളാഹുവിൻ്റെ റസൂലും പഠിപ്പിച്ചു തന്നതായിരിക്കണം എന്നുള്ള കൃത്യമായിട്ടുള്ള ബോധനം പഠിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്ത് നിന്നും വിട പറഞ്ഞു. നോക്കൂ,
ക്രിസ്ത്യാനികളുടെയും യഹൂദികളുടെയും ഒരു ചര്യ എന്തായിരുന്നുവെന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സൂറത്തുൽ ബഖറയുടെ 78, 79 ആയത്തുകൾ. വമിൻഹും ഉമ്മിയ്യൂന ലാ യഅലമൂനൽ കിതാബ ഇല്ലാ അമാനിയ്യ വഇൻഹും ഇല്ലാ യളുന്നൂൻ. അറിവില്ലാത്തവരാണ് അവർ. വേദഗ്രന്ഥത്തെക്കുറിച്ച് പഠിച്ചിട്ടില്ല അവർ വെറും ഊഹത്തെ മാത്രമാണ് പിൻപറ്റുന്നത്. ലൊന്നുകൾ മാത്രമാണ് അവർ അനുധാവനം ചെയ്യുന്നത്. അവർ യഥാർത്ഥ ഇസ്ലാമല്ല അവർ സ്വീകരിച്ചിരിക്കുന്നത് എന്ന് അള്ളാഹുവിൻ്റെ ഖുർആനിൽ കൂടി ആ യഹൂദ ക്രൈസ്തവരുടെ ചര്യയെ വിമർശിക്കുകയാണ്. എന്താണ് അവർ ചെയ്തിരുന്ന തിന്മ? ഫവൈലുൽ ലില്ലദീന യക്തുബൂനൽ കിതാബ ബിഐദീഹിം. അവരുടെ സ്വന്തം കൈകൾ കൊണ്ട് കിതാബിൽ എഴുതിയുണ്ടാക്കും പല കാര്യങ്ങളും സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി, അവരുടെ നാട്ടാചാരങ്ങൾക്ക് വേണ്ടി, അവരുടെ പൂർവികർ ചെയ്തിരുന്ന കാര്യങ്ങളെ ന്യായീകരിക്കുവാൻ വേണ്ടി കിതാബുകളിൽ അവർ സ്വന്തം കൈകൾ കൊണ്ട് എഴുതിയുണ്ടാക്കുകയും സുമ്മ യഖൂലൂൻ, പിന്നീട് അവർ പറയുന്ന ന്യായം ഹാദാ മിൻ ഇൻദില്ലാഹ്, ഇത് അല്ലാഹ് പറഞ്ഞതാണ്, ഇത് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ളതാണ്, ഇത് ഞങ്ങൾ സ്വയം പറഞ്ഞതല്ല, ഇത് അല്ലാഹ് പറഞ്ഞതാണ് ഞങ്ങൾ നിങ്ങളോട് പറയുന്നത്. എന്തിനാണ് ഈ ക്രൈസ്തവരും യഹൂദികളും അങ്ങനെ പറയുന്നത്? ഖുർആനിൽ കാണാം, ലിയഷ്തറൂ ബിഹി സമനൻ ഖലീലാ, തുച്ഛമായ ലാഭത്തിന് വേണ്ടി, ഭൗതികമായ രീതിയിൽ എന്തെങ്കിലുമൊക്കെ അനുകൂലം ലഭിക്കുവാൻ വേണ്ടിയാണ് അവർ സ്വന്തം കിതാബുകൾ അവരുടെ സ്വന്തം കൈപ്പടയിൽ എഴുതിക്കൊണ്ട് ഇത് അല്ലാഹ് പഠിപ്പിച്ചതാണ് എന്ന് പറയുന്ന ആ ഒരു സമ്പ്രദായക്കാരെ റഹ്മാനായ റബ്ബ് ശപിക്കുകയാണ്. അവർക്ക് നാശമാണ്. ഫവൈലുൽ ലഹും മിമ്മാ കതബത് ഐദീഹിം വവൈലുൽ ലഹും മിമ്മാ യക്സിബൂൻ. അവർ എഴുതിയുണ്ടാക്കിയ വകയിൽ, അവർ കിതാബിൽ എഴുതിക്കൊണ്ട് അള്ളാഹുവിൻ്റെ പേരിൽ കള്ളം കെട്ടിച്ചമയ്ക്കുന്ന ഈ മനുഷ്യരുണ്ടല്ലോ, ഇവർക്ക് നാശമാണ്, ഇവർക്ക് ശാപമാണ് എന്ന് വിശുദ്ധ ഖുർആനിൽ കൂടി റഹ്മാനായ റബ്ബ് പറയുകയാണ്. നോക്കൂ, ക്രൈസ്തവരും യഹൂദികളും ചെയ്തിരുന്ന ഏറ്റവും വലിയ തിന്മയെന്ന് പറയുന്നത് അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് ജനങ്ങളെ ബോധവൽക്കരണം നടത്തുവാൻ വേണ്ടി അവർ ചെയ്തു വന്നിരുന്ന ആചാരത്തെ അവർ പ്രമാണത്തിൻ്റെ അടിത്തറയിൽ നിന്നുള്ളതാണെന്ന് ജനങ്ങളെ മനസ്സിലാക്കി കൊടുക്കുവാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ എഴുതിക്കൊണ്ട് ഹാദാ മിൻ ഇൻദില്ലാഹ്, ഇത് അല്ലാഹ് എഴുതിയതാണ്, ഇത് അല്ലാഹ് പറഞ്ഞതാണ്, ഇത് അള്ളാഹുവിങ്കിൽ നിന്നുള്ളതാണ് എന്ന് പറയുന്ന ഒരു സമ്പ്രദായം ആർക്കുള്ളതാണ്? യഹൂദികൾക്കും ക്രൈസ്തവർക്കും ഉള്ളതാണ്. അവരെ സംബന്ധിച്ച് ഖുർആൻ പറയുന്നത് എന്താണ്? അവർക്ക് നാശമാണ്, അള്ളാഹുവിൻ്റെ ശാപമാണ്. ഇത് അന്യസൂതം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ക്രൈസ്തവരും യഹൂദികളും ചെയ്തതുപോലെ എൻ്റെ സമുദായത്തിലുള്ളവരും ചെയ്യും. വഹയിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചതാണ്. ഉദാഹരണം നാം എപ്പോഴും പറയുന്നതാണ്, നമുക്ക് മനസ്സിലാക്കി തരുകയാണ്. ഈ സമുദായത്തിൽ അള്ളാഹുവിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് എന്തെല്ലാം കള്ളത്തരങ്ങളാണ് ഇവർ പാടിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഉദാഹരണത്തിൽ കൂടി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. മുഹയ്യിദ്ദീൻ മാല എന്നും പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ അടുക്കൽ പുണ്യം ലഭിക്കും എന്നുള്ള പ്രതീക്ഷയോടുകൂടി അവർ പാടിക്കൊണ്ടിരിക്കുന്ന ഈ കാവ്യകീർത്തനത്തിൽ പറയുന്ന 2 വരി നോക്കൂ. കൺകൂടവട്ടത്തിൽ നിന്റെ മുരീദുകൾ സ്വർഗത്തിൽ പോമെന്ന് അല്ലാഹ് പറഞ്ഞോവർ. നോക്കൂ സഹോദരങ്ങളെ, ക്രൈസ്തവരും യഹൂദികളും ഒരു ഉടുമ്പിന്റെ മാളത്തിൽ പ്രവേശിക്കുകയാണെങ്കിൽ എൻ്റെ സമുദായത്തിലുള്ളവരും അതുപോലെ പ്രവേശിക്കുക തന്നെ ചെയ്യും. എത്ര കൃത്യമായിട്ടാണ് പ്രവാചകരുടെ ആ പ്രവചനം അന്വർത്ഥമായി ഇവിടെ നാം കാണുന്നത്. എന്താണ് ഇവിടെ പറഞ്ഞത്? കൺകൂട വട്ടത്തിൽ നിന്റെ മുരീദുകൾ സ്വർഗത്തിൽ പോമെന്ന് അല്ലാഹ് പറഞ്ഞോവർ. അഥവാ മുഹയ്യിദ്ദീൻ ഷേഖിനെ സ്നേഹിക്കുന്ന ഒരാൾ, മുഹയ്യിദ്ദീൻ ഷേഖിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരാൾ, ആ ഷേഖന്മാരെ സ്വീകരിക്കുന്ന മുരീദന്മാർ സ്വർഗത്തിൽ പോമെന്ന് അല്ലാഹ് പറഞ്ഞോവർ. ആരോട് പറഞ്ഞു? ഇതാരാണ് എഴുതിയത്? 450 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ഒരു മാലക്കാരൻ പറയുകയാണ്, മുഹയ്യിദ്ദീൻ ഷേഖിനെ സ്നേഹിച്ചാൽ, മുഹയ്യിദ്ദീൻ ഷേഖിൻ്റെ ഈ മാലകൾ പാടിയാൽ അവർക്ക് സ്വർഗം കിട്ടുമെന്ന് അല്ലാഹ് പറഞ്ഞോവർ. അതാണ് അള്ളാഹുവിൻ്റെ കലാമിൽ കൂടി പറഞ്ഞ ആയത്ത്. കൃത്യമല്ലയോ സഹോദരങ്ങളെ? ഹാദാ മിൻ ഇൻദില്ലാഹ്. യഹൂദികളും ക്രിസ്ത്യാനികളും എന്തെങ്കിലും എഴുതി വെച്ചുകൊണ്ട് അവർ പറയുന്നത് ഇത് അല്ലാഹ് പറഞ്ഞതാണ്, ഇത് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ളതാണ് എന്ന് അള്ളാഹുവിൻ്റെ കലാമിൽ പറഞ്ഞത് മുസ്ലിം സമുദായവും ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
തീർന്നോ? ഇനി മലക്കുകൾ പോലും പറഞ്ഞുവെന്നാണ്, നരകത്തിൽ നിന്റെ മുരീദാരും ഇല്ലെന്ന് നരകത്തെ കാക്കും മലക്ക് പറഞ്ഞോവർ. അള്ളാന്റെ പേരിൽ കള്ളം കെട്ടിച്ചമക്കുന്ന ഈ സമൂഹം മലക്കുകളുടെ പേരിലും കള്ളം കെട്ടിച്ചമക്കുകയാണ്. ഷെയ്ഖ് മുഹ്യിദ്ദീന്റെ മുരീദായി കഴിഞ്ഞാൽ പിന്നെ നരകത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് ആര് പറഞ്ഞു? നരകത്തെ കാക്കും മലക്ക് പറഞ്ഞോവർ. അങ്ങനെയാണ് ഈ മുസ്ലിം സമുദായത്തിൽ ഒരുപാട് ഫിത്നകൾക്ക് തുടക്കം കുറിച്ചത്. ഏതെങ്കിലും സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി, ഉദാഹരണം നോക്കൂ, മത്തിക്കച്ചവടക്കാരൻ ഒരു ഹദീസ് ഉണ്ടാക്കിയത് നാം പലവരും മനസ്സിലാക്കിയതാണ്. മത്തിക്കച്ചവടത്തിൽ വ്യാപൃതനായ ഒരു മനുഷ്യൻ, അന്ന് അദ്ദേഹത്തിന്റെ കച്ചവടം കുറവാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ ഉടനെ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ അകല മത്തി മിൻ ഉമ്മത്തി ദഖല ജന്നതി. മത്തി കച്ചവടത്തിന് ഉഷാറായി കച്ചവടം ചെയ്യുകയാണ്. നോക്കൂ, അദ്ദേഹം ഉണ്ടാക്കിയ ഹദീസാണ്. മൻ അകല മത്തി, ആരെങ്കിലും മത്തി കഴിച്ചാൽ, മിൻ ഉമ്മത്തി, എന്റെ ഉമ്മത്തിൽ നിന്ന് ആരെങ്കിലും മത്തി കഴിച്ചാൽ, ദഖല ജന്നതി, അവർ സ്വർഗത്തിൽ പ്രവേശിക്കും. മത്തി കച്ചവടത്തിന് നന്നായിട്ട് സ്കോപ്പ് ഉണ്ടാക്കുന്ന ആ കച്ചവടക്കാരൻ ഉണ്ടാക്കിയ ഹദീസ്. അങ്ങനെ ഓരോരോ ഷിയാക്കളാണ് ലോകത്ത്. ദാറുൽ അർബ് എന്നും പറഞ്ഞുകൊണ്ട് ഇറാഖിനെ ഇമാം മാലിക് റഹ്മഹുല്ലാഹ് വിശേഷിപ്പിച്ചിട്ടുണ്ട്. ദാറുൽ അർബ്, അച്ചടിയുടെ നാട്. കള്ള ഹദീസുകൾ കെട്ടിയുണ്ടാക്കി ഇത് ഖാല റസൂലുള്ളാഹി എന്നും പറഞ്ഞുകൊണ്ട്. അങ്ങനെയാണല്ലോ നമ്മുടെ മുസ്ലിം സമൂഹത്തിൽ എത്രയെത്ര ഹദീസുകളാണ് അല്ലാഹ് പറഞ്ഞു, ലൗലാക ലൗലാക ലമാ ഖലഖതുൽ അഫ്ലാഖ്, പ്രവാചകരെ താങ്കളെ സൃഷ്ടിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഈ ലോകത്തെ തന്നെ സൃഷ്ടിക്കുമായിരുന്നില്ല എന്ന് അല്ലാഹ് പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് മൗദൂആയ ഹദീസ്, കെട്ടിച്ചമച്ചുണ്ടാക്കിയ ഷിയാക്കളുടെ ഹദീസ് മുസ്ലിം സമുദായത്തിലെ പുരോഹിതന്മാർ പോലും വാളുകളിൽ കൂടി പറയുന്നത് നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് വിശ്വാസികളെ കൃത്യമായി നമ്മുടെ ദീനിൽ, നമ്മുടെ മതത്തിൽ നാം ചെയ്യുന്ന അമലുകൾ അള്ളാഹുവും അള്ളാഹുവിന്റെ റസൂലും പഠിപ്പിച്ചതാകണം. അള്ളാഹുവിന്റെ പേരിൽ കള്ളം കെട്ടിച്ചമക്കുന്ന ഈ പുരോഹിതന്മാർ, പരലോകത്തിൽ വിശ്വാസമില്ലാത്ത ഇവർ അറിയണം. വിശുദ്ധ ഖുർആനിലെ 4 ആയത്തുകൾ, 69-ാം അധ്യായം സൂറത്തുൽ ഹാഖ, അതിലെ 44 മുതൽ 47 വരെയുള്ള ആയത്തുകൾ ഒന്ന് പഠിക്കണം. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹ് കൽപ്പിക്കുന്ന ഒരു വസിയ്യത്ത്, അല്ലെങ്കിൽ അള്ളാഹു പഠിപ്പിക്കുന്ന ചില കാര്യങ്ങളെ സംബന്ധിച്ച് പറയുന്നത് നോക്കൂ. വലൗ തഖവ്വല അലൈനാ ബഅലൽ അഖാവീൽ, അല്ലയോ പ്രവാചക, നമ്മുടെ പേരിൽ നീ എന്തെങ്കിലും ഒരു വാക്ക് കെട്ടിച്ചമക്കുകയാണെങ്കിൽ, ആരോട് പറയുന്നു? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹ് പറയുകയാണ്, വലൗ തഖവ്വല അലൈനാ ബഅലൽ അഖാവീൽ, നാം പറഞ്ഞതായിട്ട് എൻ്റെ പേരിലെങ്ങാനും നീ കള്ളം കെട്ടിച്ചമക്കുകയാണെങ്കിൽ, ലഅഖദിനാ മിൻഹു ബിൽ യമീൻ, നമ്മുടെ വലത് കൈകൊണ്ട് നിന്നെ നാം പിടികൂടുക തന്നെ ചെയ്യും. സുമ്മ ലഖതഅനാ മിൻഹുൽ വതീൻ, പിന്നെ നാം നിന്റെ ജീവനാടിയെ മുറിച്ചു കളയും. ആര് പറയുകയാണ്? സൃഷ്ടാവായ റബ്ബുൽ ആലമീൻ ആരോട് പറയുന്നു? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയാണ്. അല്ലാഹ് പറയാത്ത ഒരു കാര്യം അല്ലാഹ് പറഞ്ഞുവെന്ന് ആരെങ്കിലും പറഞ്ഞാൽ, പ്രത്യേകിച്ച് പ്രവാചക താങ്കൾ പറഞ്ഞാൽ, നമ്മുടെ വലത് കൈ കൊണ്ട് നിന്നെ പിടികൂടുകയും നിന്റെ ജീവനാടിയെ മുറിച്ചു കളയും. ഫമാ മിൻകും മിൻ അഹദിൻ അൻഹു ഹാജിസീൻ, നിന്നെ സഹായിക്കുവാൻ ഒരാളും ഉണ്ടാവുകയില്ല. ഈ ശിക്ഷയിൽ നിന്നും നിന്നെ രക്ഷിക്കുവാൻ ഒരാളും ഉണ്ടാവുകയില്ല പ്രവാചക. അതുകൊണ്ട് എൻ്റെ പേരിൽ കള്ളം കെട്ടിച്ചമക്കരുത് എന്ന് വിശുദ്ധ ഖുർആനിലെ ആയത്തുകളാണ് സഹോദരങ്ങളെ. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ താക്കീത് നോക്കൂ. മൻ കദബ അലയ്യ മുതഅമ്മിദൻ ഫൽയതബവ്വഅ മഖഅദഹു മിനന്നാർ. അല്ലാഹുവിന്റെ താക്കീതാണ് പ്രവാചകരോട് നേരത്തെ കേട്ടത്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുസ്ലിം സമുദായത്തോട് പറയുന്ന താക്കീതാണ്, എന്റെ പേരിൽ നിങ്ങളെങ്ങാനും കള്ളം പറഞ്ഞാൽ നരകത്തിൽ ഒരു ഇരിപ്പിടം കാത്തുകൊള്ളീൻ. ലാ തക്ദിബു അലയ്യ, എന്റെ പേരിൽ നിങ്ങൾ വ്യാജം പറയരുത്. ഫഇന്നൽ കദിബ അലയ്യ യൂലിജുൻ നാർ, നരകത്തിലാണ് നിന്റെ സീറ്റ്, നിന്റെ ഇരിപ്പിടം നരകത്തിലാണ്. ഇത് പ്രവാചകൻ പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് ആരെങ്കിലും ഒരു കാര്യം ജനങ്ങളെ ബോധവൽക്കരണം നടത്തിക്കൊണ്ട് എന്തെങ്കിലുമൊക്കെ അമലുകളെ പ്രോത്സാഹിപ്പിക്കുവാൻ ആരെങ്കിലും ശ്രമിക്കുന്നുവെങ്കിൽ അറിയണം,
നരകത്തിൽ ഒരു ഇരിപ്പിടമാണ്. അത് ഒരുപക്ഷെ അല്ല കൽപ്പിക്കാത്ത നമസ്കാരമായിരിക്കും, അല്ല പഠിപ്പിക്കാത്ത നോമ്പായിരിക്കും, പ്രവാചകൻ പഠിപ്പിക്കാത്ത അമൽ സ്വാലിഹാത്തുകൾ എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കാം ഈ സമൂഹത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്നത്. അവർക്കുള്ള താക്കീതാണ് ഈ ആയത്തുകളും അല്ലാഹുവിന്റെ റസൂലിന്റെ വചനാമൃതങ്ങളും. പ്രവാചകരുടെ പേരിൽ ആരെങ്കിലും കള്ളം കെട്ടിച്ചമച്ചാൽ അറിഞ്ഞുകൊള്ളുക, ഉറപ്പാക്കിക്കൊള്ളുക നരകത്തിലെ ഒരു സീറ്റ് എന്ന്. അതാണ് വിശുദ്ധ ദീനുൽ ഇസ്ലാം. അള്ളാഹുവിൻ്റെ ഈ മതത്തിൽ ഒരാൾക്കും ഒരു അമലുകൾ ചെയ്യുവാനുള്ള അധികാരമില്ല. നാം കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ചു. പ്രവാചകന്മാർക്ക് പോലും എന്തെങ്കിലുമൊക്കെ അമലുകൾ ചെയ്യണമെങ്കിൽ അള്ള പഠിപ്പിച്ചതായിരിക്കണം. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം, മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം, രണ്ട് പ്രവാചകന്മാരുടെ പ്രാർത്ഥന വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറ 128-ാമത്തെ ആയത്തിൽ അല്ലാ നീ ഞങ്ങളെ മുസ്ലിമായി കൊണ്ട് മരിപ്പിക്കണമേ, ഞങ്ങളുടെ സന്തത സഹചാരികളെയും നീ മുസ്ലിമായി കൊണ്ട് ജീവിപ്പിക്കണമേ എന്നുള്ള പ്രാർത്ഥനയ്ക്ക് ശേഷം ആ രണ്ട് പ്രവാചകന്മാരോടും അള്ളാനോട് പറയുകയാണ്. എന്താണ് പറയുന്നത്? വഅരിനാ മനാസിക്കനാ, ഹജ്ജ് എങ്ങനെയാണ് ചെയ്യണം, ദീനീ കർമ്മങ്ങൾ എങ്ങനെയാണ് ചെയ്യണം, അമല് സ്വാലിഹാത്തുകൾ എങ്ങനെ ചെയ്യണമെന്ന് അല്ലാഹ് ഞങ്ങൾക്ക് നീ കാണിച്ചു തരണം. നോക്കൂ, രണ്ട് പ്രവാചകന്മാർ അള്ളാഹിനോട് ആവശ്യപ്പെടുകയാണ്. എങ്ങനെ ഹജ്ജ് ചെയ്യണം, എങ്ങനെ ഉംറ ചെയ്യണം, എങ്ങനെ തവാഫ്, എങ്ങനെ സഅയ്, എങ്ങനെയാണ് ഉംറയുടെ ഹജ്ജിന്റെ ഓരോ കർമ്മങ്ങളും എന്ന് അല്ലാഹ് നീ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരണം എന്ന് പ്രാർത്ഥിക്കുന്നതാരാ? രണ്ട് പ്രവാചകന്മാരുടെ ചരിത്രം നോക്കൂ. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം റബ്ബിനോട് മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന 27-ാം അധ്യായം സൂറത്തുൻ നംൽ അതിലെ 19-ാമത്തെ ആയത്തിൽ കാണാം. മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിന് ശേഷം റബ്ബിനോട് തേടുന്ന ഒരു പ്രാർത്ഥന, വഅൻ അഅ്മല സ്വാലിഹൻ തർളാ, അല്ലാഹ് നീ തൃപ്തിപ്പെടുന്ന അമലുകൾ ചെയ്യുവാൻ എനിക്ക് നീ പ്രചോദനം നൽകണേ അല്ലാഹ്. ഇതൊക്കെ പ്രവാചകന്മാരുടെ പ്രാർത്ഥനയാണ്. ആ പ്രവാചകന്മാരാണെങ്കിൽ പോലും സ്വന്തമായിട്ട് ഒരു അമല് ചെയ്യുവാൻ അവർക്കുള്ള അധികാരമില്ല. കാരണം മതത്തിന്റെ സ്ഥാപകൻ അല്ലാഹുവാണ്. അല്ലാഹുവാണ് തീരുമാനിക്കേണ്ടത് ഏതൊക്കെ അമലുകൾ ചെയ്യണമെന്ന്. നമ്മുടെ ബുദ്ധിക്കോ നമ്മുടെ ചിന്തക്കോ നമ്മുടെ യുക്തിക്കോ ഒരു അമലും മതത്തിന്റെ പേരിൽ ചെയ്യുവാൻ അധികാരമില്ല പ്രവാചകന്മാർക്ക് പോലും എന്നുള്ള കൃത്യമായിട്ടുള്ള പാഠമാണ് വിശ്വാസികളെ നാം ഉൾക്കൊള്ളേണ്ടത്. മതത്തിൽ നാം ഒരു കാര്യം ചെയ്യണമെങ്കിൽ അത് മതത്തിൽ അള്ളാഹുവും അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പഠിപ്പിച്ചതായിരിക്കണം. നോക്കൂ, ഒരിക്കൽ മഹാനായ അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു പ്രവാചകരുടെ നിഴലായി ജീവിച്ച ഒരു സ്വഹാബിയാണ്. ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിൽ വരികയാണ്. 3 പ്രാവശ്യം അടഞ്ഞുകിടന്ന കതകൾ തട്ടുകയാണ്. 3 പ്രാവശ്യവും ആ കതക് തുറക്കാതിരുന്നപ്പോഴേക്കും അബൂ മൂസൽ അശ്അരി തിരിച്ചു പോവുകയാണ്. വാതിലിൽ എന്തോ ശബ്ദം കേട്ടുകൊണ്ട് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു വാതിൽ തുറന്ന് നോക്കുമ്പോൾ അബൂ മൂസൽ അശ്അരി പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. അദ്ദേഹത്തെ വിളിപ്പിക്കുകയാണ്. എന്തിനാ അബൂ മൂസ നീ ഇവിടെ നിന്നുകൊണ്ട് തിരിച്ചു പോയത്? അപ്പോഴേക്കും അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, അല്ലയോ ഖലീഫ, 3 പ്രാവശ്യം ഞാൻ നിങ്ങളുടെ വാതിലിൽ തട്ടി, ഉത്തരം കിട്ടാതെയായപ്പോൾ ഞാൻ തിരിച്ചുപോയി. കാരണം അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ച ഒരു കാര്യമാണ്. ഇന്നാ കുന്നാ നുഅ്മറു ബിഹാദാ. ഒരു വീട്ടിൽ ചെന്നാൽ 3 പ്രാവശ്യം നിങ്ങൾക്ക് ഉത്തരം നൽകിയില്ല എങ്കിൽ പിന്നെ അവിടെ നിന്നുകൊണ്ട് വഷളത്തരം ഉണ്ടാക്കരുത്, തിരിച്ചു പോകണം എന്ന് അള്ളാഹിൻ്റെ റസൂൽ പഠിപ്പിച്ചത് എനിക്ക് ഓർമ്മ വന്നു. അതുകൊണ്ട് പ്രവാചകന്റെ സുന്നത്തിനെ ഞാൻ സ്വീകരിച്ചു. ഇത് കേട്ട ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഫഅ്തിനി അലാ ഹാദാ ബയ്യിനത്തിൻ, ഇതിന് നീ തെളിവ് കൊണ്ടുവരണം. സുബ്ഹാനല്ലാഹ്. ആരായി ചോദിക്കുന്നത്? അള്ളാഹുവിൻ്റെ പ്രവാചകരുടെ 2ാം ഖലീഫയായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, അബൂ മൂസ നീ ഇത് പ്രവാചകന്റെ പേരിലാണ് നീ പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് ഫഅ്തിനി അലാ ഹാദാ ബിബയ്യിനത്തിൻ, തെളിവുതാ, വിടൂല നിന്നെ. അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണോ നീ ഈ പറയുന്നത്? ഔ ലഅഫ്അലക ബിക്, അല്ലെങ്കിൽ നിന്നെ ഇങ്ങനെയൊക്കെ ശിക്ഷിക്കും എന്നുള്ള അള്ളാഹുവിൻ്റെ പ്രവാചകരുടെ ഖലീഫയായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഇത് കേട്ടുകൊണ്ട് ചില ആൾക്കാർ അൻസാറുകളുടെ അടുക്കലേക്ക് പോവുകയാണ്. ഇങ്ങനെ അബൂ മൂസ പറയുന്നുണ്ട്, ഇങ്ങനെ ഒരു ഹദീസ് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? അൻസാരികളിൽ പ്രമുഖരായ ചിലർ പറയുകയാണ്, ഞങ്ങളുടെ കുട്ടികൾക്ക് പോലും ഇതറിയാം.
ഞങ്ങളുടെ കൂട്ടത്തിൽ ചെറിയവർക്ക് പോലും അറിയാം ഇത് അള്ളാന്റെ റസൂല് പറഞ്ഞതാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന് ബോധ്യമായി, നബിയുടെ കൽപ്പന എന്ന് എനിക്കറിയില്ല അബൂ മൂസ. ഞാൻ അങ്ങാടിയിലൊക്കെ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കാം അള്ളാന്റെ റസൂൽ ഇത് പറഞ്ഞത്, എനിക്കറിയില്ല. അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ കൃത്യമായി തെളിവ് ചോദിച്ചത് എന്ന് പറയുന്നത് ഉമർ റളിയല്ലാഹു അൻഹുവാണ്. നോക്കണം, നാം നിസാരമെന്ന് തോന്നുന്ന ഒരു കാര്യം പോലും ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കൽപ്പന കണ്ടോ? നീ മതത്തിന്റെ പേരിലാണ് പറഞ്ഞത്, അതുകൊണ്ട് നീ തെളിവ് ഹാജരാക്കണം. ഇന്നത്തെ സമുദായത്തിലെ പുരോഹിതന്മാർ കൃത്യമായി പഠിക്കേണ്ടതാണ്. ഈ ഇമാമ് പറഞ്ഞു, ആ ഇമാമ് പറഞ്ഞു, നമ്മുടെ ഉസ്താദ് പറഞ്ഞു, നമ്മുടെ സംഘടന പറഞ്ഞു, നമ്മുടെ സംഘടനയുടെ നേതാവ് പറഞ്ഞു. ഇതല്ല വിശ്വാസികളെ നമ്മുടെ മാനദണ്ഡം. നമ്മുടെ മാനദണ്ഡം അല്ല പറഞ്ഞോ, അള്ളാന്റെ റസൂല് പറഞ്ഞോ, അതിനെ അനുധാവനം ചെയ്യുന്നവർ ആരൊക്കെയുണ്ടോ അവരെ എല്ലാം നമ്മൾ സ്വീകരിക്കണം. മറ്റൊരു സംഭവം നോക്കൂ സഹോദരങ്ങളെ. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സദസ്സിൽ ഖബ്ബാബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറയുകയാണ്, ഇബ്നു ഉമർ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരു ജനാസയെ അനുഗമിച്ചാൽ 2 ഖീറാത്തിന്റെ പ്രതിഫലമുണ്ട്, മഹത്തായ പ്രതിഫലമുണ്ട് എന്ന് അബീ ഹുറൈറ പറയുകയാണ്. ഇത് കേൾക്കുമ്പോഴേക്കും ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഭൂമിയിൽ നിന്ന് ഒരു പിടി മണ്ണ് വാരിയെടുത്ത് കയ്യിൽ വച്ചിരിക്കുകയാണ്. എന്നിട്ട് മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖബ്ബാബ് നീ നമ്മുടെ ഉമ്മയുടെ അടുക്കൽ പോകണം, ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ പോകണം. അബീ ഹുറൈറ പറഞ്ഞ ഈ ഒരു ഹദീസ് സത്യസന്ധമാണോ എന്ന് നമ്മുടെ ഉമ്മയുടെ അടുക്കൽ ചെന്നുകൊണ്ട് നീ തെളിവ് അന്വേഷിച്ചുകൊണ്ട് വരിക. മഹദി ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ ഖബ്ബാബ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, ഉമ്മ ഇങ്ങനെയൊക്കെയാണ് സംഭവം, ഇങ്ങനെ ഒരു ഹദീസ് സത്യസന്ധമാണോ എന്ന് മഹദി ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കുമ്പോൾ സ്വദഖ അബൂ ഹുറൈറ, ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞത് സത്യമാണ്. ثم قال, ഇത് അറിഞ്ഞതിന് ശേഷം ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ലഖദ് ഫറത്നാ ഫീ ഖറാറീത കസീറത്തിൻ, എത്ര നന്മകളാണ് ഞാൻ നഷ്ടപ്പെടുത്തി കളഞ്ഞത്, എത്രയെത്ര ഖീറാത്തുകളാണ് ജനാസയെ അനുഗമിച്ചുകൊണ്ട് റബ്ബിന്റെ അടുക്കൽ നിന്നുള്ള പുണ്യങ്ങളെ നാം നഷ്ടപ്പെടുത്തിയതെന്ന് വിലപിക്കുന്ന മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമായുടെ ചരിത്രം. വിശ്വാസികളെ, നമ്മുടെ മതത്തിൽ നാം ഒരു കാര്യം ചെയ്യണമെങ്കിൽ അത് അള്ളാഹുവിന്റെ റസൂലിന്റെ കയ്യൊപ്പുണ്ടായിരിക്കണം. അല്ല എങ്കിൽ പിന്നെ ആര് എന്ത് പറഞ്ഞാലും ഇസ്ലാമിൽ ഒരു അടിസ്ഥാനവും ഉണ്ടാവുകയില്ല, ശിക്ഷയാണ് റബ്ബിന്റെ അടുക്കൽ ഉണ്ടാവുക. അള്ളാന്റെ റസൂല് പറഞ്ഞോ, പിന്നെ ഒരു സംശയത്തിനും പഴുതുണ്ടാകരുത്. പ്രവാചകരാണോ പറഞ്ഞത്, സ്വഹീഹായ ഹദീസാണോ, പിന്നെ ഒരു സംശയവും ഉണ്ടാകരുത്. പ്രവാചകർ ഒഴിച്ചു ബാക്കി ഏത് ഹോജമാരിലും ഏത് ഇമാമീങ്ങളിലും തെറ്റും ശരിയും പറ്റാം. അതുകൊണ്ടാണ് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, കുല്ലു യുഖദു മിൻ ഖൗലിഹി വയുറദ്, എല്ലാവരുടെ വാക്കിലും തള്ളേണ്ടതുമുണ്ടാകും കൊള്ളേണ്ടതുമുണ്ടാകും. ഇല്ലാ സ്വാഹിബു ഹാദൽ ഖബർ, ഈ അഥവാ അള്ളാന്റെ റസൂലിന്റെ ഖബറിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഈ ഖബറിൽ കിടക്കുന്ന സ്വാഹിബ് ഒഴികെ മറ്റുള്ള ഏത് മഹാന്മാര് പറഞ്ഞാലും അതിൽ തള്ളേണ്ടതുമുണ്ടാകും കൊള്ളേണ്ടതുമുണ്ടാകും. ഈ റൗളയിൽ കിടക്കുന്ന പൊന്നാര റസൂലുള്ളാന്റെ വാക്കിൽ തള്ളേണ്ടതായിട്ട് ഒന്നുമില്ല, എല്ലാം കൊള്ളേണ്ടതാണ് എന്ന് പഠിപ്പിക്കുകയാണ് മഹാനായ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി. അത് തന്നെയാണ് മദ്ഹബിന്റെ ഇമാമിങ്ങളൊക്കെ നമ്മെ പഠിപ്പിച്ചത്. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇദാ ഖുൽതു ഖൗലൻ യുഖാലിഫു കിതാബല്ലാഹി തആല വഖബറ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫത്റകൂ ഖൗലി, എൻ്റെ വാക്ക്, അഥവാ ആര് പറയുന്നു, ഒരു മദ്ഹബിന്റെ ഇമാമായ ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, എൻ്റെ വാക്കിന് വിരുദ്ധമായിട്ട് അള്ളാന്റെ റസൂലിന്റെ ഒരു വാക്ക് നിങ്ങൾക്ക് കിട്ടിയാൽ എൻ്റെ വാക്കിനെ അങ്ങ് വലിച്ചെറിയുക. ഫത്റുക്കി, എൻ്റെ വാക്കിനെ നിങ്ങൾ വലിച്ചെറിയുക. മഹാനായ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, ശാഫിഈ റളിയല്ലാഹു തആല അൻഹു അത് തന്നെയാണ് പറഞ്ഞത്. പക്ഷെ ഇത് ഉൾക്കൊള്ളുവാനായിട്ട് ഈ ഷാഫിയാക്കൾ എന്ന് പറയുന്നവർ പോലും സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പേരിന് പറയുകയാണ് ഞങ്ങൾ ഷാഫിയാക്കളാണ്. അള്ളാന്റെ റസൂലിന്റെ ഒരു സുന്നത്ത് കിട്ടിയാൽ ആ സുന്നത്തിനെ മാറ്റിവെച്ചുകൊണ്ട് ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹിയുടെ ഖൗലുകളാണ് ഇവർ സ്വീകരിക്കുന്നത്. ആ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പറയട്ടെ, ഇദാ വജത്തും ഫീ കിതാബി ഖിലാഫ സുന്നത്ത് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖൂലു ബിസുന്നത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വദഉ.
എൻ്റെ വാക്കുകൾക്ക് വിരുദ്ധമായിട്ട് അള്ളാൻ്റെ റസൂലിൻ്റെ ഒരു വാക്ക് നിങ്ങൾക്ക് കിട്ടിയാൽ ആ അള്ളാൻ്റെ റസൂലിൻ്റെ വാക്കിനെ നിങ്ങൾ മുറുകെ പിടിക്കണം. എൻ്റെ വാക്കിനെ നിങ്ങൾ മതിലിൻ്റെ പുറത്തേക്ക് വലിച്ചെറിയണം. ഫത്തബിഉഹ, അള്ളാന്റെ റസൂലിന്റെ വാക്കിനെ നിങ്ങൾ അനുധാവനം ചെയ്യണം. വലാ തൽതഫിതു ഇലാ ഖൗലി അഹദിൻ, അള്ളാന്റെ റസൂലിന്റെ വാക്കിന് വിരുദ്ധമായി ഏത് മഹാൻ പറഞ്ഞാലും അതിന്റെ പിന്നാലെ പോകരുത് എന്ന് പറയുന്നത് ആരാ? ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി. വിശ്വാസികളെ, നമ്മുടെ ജീവിതത്തിൽ ക്രമീകരിക്കേണ്ട ഒരു വിഷയമാണ്. അപ്പം നമ്മുടെ നാട്ടിൽ നാളെ ബറാഅത്ത് നോമ്പ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഇബാദത്ത് ജനങ്ങൾ കാണുകയാണ്. എന്താണ് വിശ്വാസികളെ ഈ വിഷയത്തിൽ അള്ളാഹുവിൻ്റെ പ്രവാചകരിൽ നിന്നും നമുക്ക് മനസ്സിലാക്കി തരുന്നത്? അങ്ങനെ ഒരു ബറാഅത്ത് നോമ്പ് ഇല്ലേ ഇല്ല. ഇത് നമ്മളാരും പറയുന്നതാണോ? നമുക്കെന്തെങ്കിലും നോമ്പ് പിടിക്കുന്നതിനോടുള്ള ചതുർത്ഥിയോ അല്ലെങ്കിൽ അനിഷ്ടകരമായ എന്തെങ്കിലും ഉണ്ടോ? നമ്മളൊക്കെ കഴിവിൻ്റെ പരമാവധി എത്രയെത്ര സുന്നത്തുകൾ നോമ്പാണ് പിടിക്കുക. ആഴ്ചയിൽ തിങ്കളും വ്യാഴ്ചയും അയ്യാമുൽ ബീദിലെ 13, 14, 15 അറഫ നോമ്പ്, അങ്ങനെ എത്രയെത്ര നോമ്പുകളാണ്. എന്തുകൊണ്ട് ബറാഅത്ത് നോമ്പ് നാം വേണ്ട ബറാഅത്തുമായി മാത്രം ഒരാള് എല്ലാ അറബി മാസത്തെയും 13, 14, 15 പിടിക്കുകയാണ്. അങ്ങനെ ആ നിയ്യത്തുള്ളവർക്ക് പിടിക്കാം. പക്ഷെ 15 മാത്രം, ശഅബാൻ 15 മാത്രം ഒരു ബറാഅത്ത് നോമ്പ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും പിടിക്കുകയാണെങ്കിൽ വിശ്വാസികളെ, അത് ബിദ്അത്താണ്. ഇത് നമ്മൾ പറയുകയല്ല സഹോദരങ്ങളെ. ഹിജ്റ 954 ഈ ലോകത്ത് നിന്നും വിട പറഞ്ഞ ഇമാം ഇബ്നു ഹജർ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തിന് പ്രസിദ്ധമായ ഒരു ഗ്രന്ഥമുണ്ട്, ഫതാവൽ കുബ്ര. ആ ഗ്രന്ഥത്തിൽ പറയുന്ന ഒരു വിഷയം നോക്കൂ. അമ്മാ സൗമു യൗമിഹാ ഫഹുവ സുന്നത്തുൻ മിൻ ഹൈദ് കൗനുഹു മിൻ ജുംലത്തിൽ അയ്യാമിൽ ബീദ്. അയ്യാമിൽ ബീദ് എന്നുള്ള അടിസ്ഥാനത്തിൽ ശഅബാൻ 15 നോമ്പ് നമുക്ക് പിടിക്കാം, അത് സുന്നത്താണ്. ഒരാൾ 13, 14, 15 അത് സുന്നത്താണ്. ലാ മിൻ ഹൈദ് ഖുസൂസുഹു വൽ ഹദീസിൽ മദ്കൂർ. 15 മാത്രമായി അഥവാ ബറാഅത്ത് നോമ്പിന് മാത്രമായ ഒരു ഹദീസ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നും വന്നിട്ടില്ല. അൻ ഇബ്നു മാജ, ഇബ്നു മാജ ഒരു ഹദീസ് കൊണ്ടുവരുന്നുണ്ട്. എന്താണ് ആ ഹദീസ്? ഇദാ കാനത്തു ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ ഫഖൂമു ലൈലഹാ വസൂമു യൗമഹാ. ശഅബാൻ 15 അന്ന് നിങ്ങൾ നോമ്പ് പിടിക്കണം, രാത്രികൾ നമസ്കരിക്കണം. ഇങ്ങനെ ഒരു ഹദീസ് ഇബ്നു മാജ കൊണ്ടുവരുന്നുണ്ട്. ആ ഹദീസിനെ കുറിച്ച് മഹാനായ ഇബ്നു ഹജർ ഹൈതമി പറയുകയാണ്, ലഈഫുൻ, അത് ദുർബലമാണ്, അത് ചർച്ചയ്ക്കെടുക്കുവാനേ പാടില്ല. മാത്രവുമല്ല സഹോദരങ്ങളെ, അദ്ദേഹത്തിന്റെ അതേ ഗ്രന്ഥത്തിൽ വീണ്ടും പറയുകയാണ്, وجميع ما روي من الاحاديث المشتهره في فضائل هذه الليله وليله نصف شعبان باطل كذب. റജബ് മാസത്തെ ആദ്യ വെള്ളിയാഴ്ചയും ശഅബാൻ 15 രാവിനെ സംബന്ധിച്ചും വിശേഷിപ്പിക്കപ്പെടുന്ന ചില ഹദീസുകൾ ദുർബലമാണ്. അങ്ങനെയൊക്കെ പറയപ്പെടുന്നു എങ്കിലും ബാത്തുലുൻ കദിബുൻ ലാ അസ്ല ലഹു, അത് കളവാണ്, അടിസ്ഥാനമില്ല, അതിന്റെ പിന്നാലെ നീ പോകരുത്. വയും വഖഅ ഫീ ബഅദ് കുതുബിൽ അകാബിര കൽ യഹ്യാഇൽ ഗസ്സാലി വഗൈരി. ഈ നോമ്പിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ യഹ്യാ ഉലൂമുദ്ദീനിൽ പറയുന്നു, അതുപോലെ വേറെയും ചില ഗ്രന്ഥങ്ങളിൽ പറയുന്നു, അതിനെ കണ്ടുകൊണ്ട് നീ വഞ്ചിതനാകണ്ട. ആര് പറയുന്നു? ഇബ്നു ഹജർ ഹൈതമി 500 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ മഹാനായ ശാഫിഈകളുടെ ഏറ്റവും വലിയ ഗുരുനാഥനായ ഈ പണ്ഡിതൻ പറയുകയാണ്, വിശ്വാസികളെ, ശഅബാൻ 15 പ്രത്യേകമായ ഒരു നോമ്പ് അള്ളാഹുവോ അള്ളാഹുവിൻ്റെ റസൂലോ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അത്തരം നോമ്പാകട്ടെ, പ്രവാചകർ പഠിപ്പിക്കാത്ത നമസ്കാരമാകട്ടെ, പ്രവാചകൻ പഠിപ്പിക്കാത്ത അദ്കാറുകളാകട്ടെ, നമ്മുടെ ജീവിതത്തിൽ ചെയ്തുകൊണ്ട് റബ്ബിൻ്റെ പുണ്യം പ്രതീക്ഷിക്കുകയാണെങ്കിൽ വിശ്വാസികളെ, നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ റസൂൽ നൽകുന്ന ഹൗദുൽ കൗസർ എന്ന് പറയുന്ന ആ ദാഹജലം പോലും നിഷിദ്ധമായി പോകും. പ്രവാചകർ നമുക്ക് ചെയ്യുന്ന ശഫാഅത്ത് പോലും അത് നഷ്ടപ്പെട്ടു പോകും. വളരെ ഗൗരവമുള്ള വിഷയമാണ് സഹോദരങ്ങളെ. നെല്ലും പതിരും വേറിട്ട് മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.